ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ ലേവ്യരുടെ പുസ്തകം 12-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെയും സങ്കീർത്തനങ്ങൾ 102-ഉം 103-ഉം. ലേവ്യർ അധ്യായം 12. മാതൃശുദ്ധീകരണവും പുത്രപരിച്ഛേദനവും. കർത്താവ് മോശയോട് പറഞ്ഞു, ഇസ്രായേല്യരോട് നീ ഇപ്രകാരം പ്രസ്താവിക്കുക: ഒരു സ്ത്രീ ഗർഭം ധരിച്ച ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ മലിനയാകുന്ന തന്റെ മാസമുറയുടെ അശുദ്ധി ദിനങ്ങൾ പോലെ 7 ദിവസം അവൾ മലിനയായിരിക്കും. 8-ാം ദിനം അവന്റെ അഗ്രചർമ്മം ഛേദിക്കപ്പെടണം. അവൾ 33 ദിവസങ്ങൾ രക്തശുദ്ധീകരണാവസ്ഥയിൽ കഴിയണം. അവളുടെ ശുദ്ധീകരണ ദിനങ്ങൾ പൂർത്തിയാകുന്നതുവരെ വിശുദ്ധ വസ്തുക്കളിലൊന്നും അവൾ തൊടരുത്. വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയുമരുത്. പെൺകുഞ്ഞിനെയാണ് അവൾ പ്രസവിക്കുന്നതെങ്കിൽ തന്റെ മാസമുറ പോലെ 2 ആഴ്ച അവൾ മലിനയായിരിക്കും. രക്തശുദ്ധീകരണാവസ്ഥയിൽ അവൾ 66 ദിവസം കഴിയണം. അവളുടെ ശുദ്ധീകരണ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ പുത്രനോ പുത്രിക്കോ വേണ്ടി അവൾ 1 വയസ്സുള്ള ഒരാട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനായും ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ചെങ്ങാലിയെയോ പാപമുക്തിയാഗത്തിനായും സമാഗമ കൂടാരവാതിൽക്കൽ പുരോഹിതന്റെ പക്കൽ കൊണ്ടുവരണം. അവൻ അത് കർത്തൃസന്നിധിയിൽ സമർപ്പിച്ച് അവൾക്ക് വേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ അവൾ തന്റെ രക്തസ്രാവത്തിൽ നിന്ന് ശുദ്ധിയുള്ളവളാകും. ആൺകുഞ്ഞിനോ പെൺകുഞ്ഞിനോ ജന്മമേകിയവൾക്കുള്ള നിയമമാണിത്. ഒരാട്ടിൻകുട്ടിക്കുള്ള വക അവളുടെ കൈവശമില്ലെങ്കിൽ 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ഒന്നിനെ ഹോമയാഗത്തിനായും മറ്റേതിനെ പാപമുക്തിയാഗത്തിനായും അവൾ കരുതിയാൽ മതി. പുരോഹിതൻ അവൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുമ്പോൾ അവൾ ശുദ്ധിയുള്ളവളാകും. ലേവ്യർ അധ്യായം 13. ത്വഗ്രോഗങ്ങൾ. കർത്താവ് മോശയോടും അഹ്റോനോടും ഇപ്രകാരം വചിച്ചു: ഒരു മനുഷ്യന് ശരീരചർമ്മത്തിൽ തിണർപ്പോ ചുണങ്ങോ പാണ്ടോ ഉണ്ടാവുകയും അതവന്റെ ശരീരചർമ്മത്തിൽ കുഷ്ഠത്തിന്റെ അടയാളമാവുകയും ചെയ്താൽ പുരോഹിതനായ അഹ്റോന്റെയോ അവന്റെ പുത്രന്മാരായ പുരോഹിതന്മാരിൽ ഒരുവന്റെയോ അടുക്കൽ അവൻ കൊണ്ടുവരപ്പെടട്ടെ. പുരോഹിതൻ ശരീരചർമ്മത്തിലെ വ്രണം പരിശോധിക്കണം. വ്രണത്തിലെ രോമം വെളുപ്പായി തീരുകയും വ്രണം അവന്റെ ശരീരചർമ്മത്തേക്കാൾ കുഴിഞ്ഞതായി കാണപ്പെടുകയും ചെയ്താൽ അത് കുഷ്ഠബാധയാണ്. പുരോഹിതൻ അത് പരിശോധിച്ച് അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. എന്നാൽ അവന്റെ ശരീരചർമ്മത്തിലെ പാണ്ട് വെളുത്തതെങ്കിലും അത് തൊലിയേക്കാൾ കുഴിഞ്ഞതായി കാണപ്പെടുകയോ രോമം വെളുത്തതായി മാറുകയോ ചെയ്തിട്ടില്ലെങ്കിൽ വ്രണമുള്ളവനെ 7 ദിവസത്തേക്ക് പുരോഹിതൻ മാറ്റിപ്പാർപ്പിക്കണം. 7-ാം ദിവസം പുരോഹിതൻ അവനെ പരിശോധിക്കണം. അവന്റെ നോട്ടത്തിൽ ഇതാ വ്രണം ത്വക്കിൽ വ്യാപിക്കാതെ നിൽക്കുകയാണ്. പുരോഹിതൻ അവനെ 2-മതും 7 ദിവസത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണം. 7-ാം ദിവസം പുരോഹിതൻ അവനെ 2-മതും പരിശോധിക്കണം. ഇതാ വ്രണം മങ്ങിയിട്ടുണ്ട്, ത്വക്കിൽ വ്രണം വ്യാപിച്ചിട്ടുമില്ല. അപ്പോൾ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. അത് ചുണങ്ങാണ്. അവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകട്ടെ, അവൻ ശുദ്ധിയുള്ളവനാണ്. തന്നെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുന്നതിന് ഒരുവൻ പുരോഹിതന്റെ പക്കൽ ഹാജരായതിനു ശേഷം ചുണങ്ങ് ചർമ്മത്തിൽ പരക്കെ വ്യാപിക്കുകയാണെങ്കിൽ അവൻ പുരോഹിതന്റെ പക്കൽ 2-മതും ഹാജരാകണം. പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ഇതാ ചർമ്മത്തിൽ ചുണങ്ങി വ്യാപിച്ചിരിക്കുന്നു. പുരോഹിതൻ അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. അത് കുഷ്ഠമാണ്. ഒരു മനുഷ്യനിൽ കുഷ്ഠബാധയുണ്ടായാൽ അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ഇതാ ചർമ്മത്തിൽ വെളുത്ത തിണർപ്പ്, അത് രോമത്തെയും വെളുപ്പിച്ചിരിക്കുന്നു. തിണർപ്പിൽ പുണ്ണിന്റെ പൊടിപ്പ്, അത് അവന്റെ ശരീരചർമ്മത്തിൽ പഴകിയ കുഷ്ഠമാണ്. പുരോഹിതൻ അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. അവൻ മലിനനാകിയാൽ അവനെ മാറ്റിപ്പാർപ്പിക്കേണ്ടതില്ല. കുഷ്ഠം ചർമ്മത്തിൽ വ്യാപകമായി തിണർക്കുകയും പുരോഹിതന്റെ കാഴ്ച എത്തുന്നിടത്തെല്ലാം ഉച്ചമുതൽ പാദങ്ങൾ വരെ വ്രണമുള്ളവന്റെ തൊലി മുഴുവൻ കുഷ്ഠം മൂടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ പരിശോധിക്കണം. ഇതാ കുഷ്ഠം അവന്റെ ശരീരം മുഴുവൻ മൂടിയിരിക്കുന്നു. അവൻ വ്രണമുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. ആകെ വെളുത്തതായി മാറിയതുകൊണ്ട് അവൻ ശുദ്ധിയുള്ളവനാണ്. എന്നാൽ പുണ്ണ് അവനിൽ കാണപ്പെടുന്ന ദിനം അവൻ മലിനനായി തീരും. പുരോഹിതൻ പുണ്ണ് പരിശോധിച്ച് അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. പുണ്ണ് മലിനമാണ്, അത് കുഷ്ഠമാണ്. എന്നാൽ പുണ്ണ് മാറുകയും വെളുത്തതായി പരിണമിക്കുകയും ചെയ്താൽ അവൻ പുരോഹിതന്റെ പക്കൽ പോകണം. പുരോഹിതൻ അവനെ പരിശോധിക്കുമ്പോൾ ഇതാ വ്രണം വെളുത്തതായി മാറിയിരിക്കുന്നു. എങ്കിൽ പുരോഹിതൻ വ്രണമുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. അവൻ ശുദ്ധിയുള്ളവനാണ്. ഒരുവന്റെ തൊലിപ്പുറത്ത് കുമിളയുണ്ടാവുകയും പിന്നീട് മാംസം സുഖപ്പെടുകയും ചെയ്തിരിക്കെ കുമിളയുടെ സ്ഥാനത്ത് വെളുത്തു ചുമന്ന പാണ്ടോ ഉണ്ടായാൽ അവൻ പുരോഹിതന്റെ പക്കൽ ഹാജരാകണം. പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ഇതാ അത് തൊലിയേക്കാൾ കുഴിഞ്ഞതായി കാണപ്പെടുന്നു. അതിന്റെ രോമം വെളുത്തതായി പരിണമിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പുരോഹിതൻ അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം.
കുമിളിപ്പിൽ തിണർത്ത കുഷ്ഠബാധയാണത്. എന്നാൽ പുരോഹിതൻ അത് പരിശോധിക്കുമ്പോൾ ഇതാ അതിൽ വെളുത്ത രോമമില്ല, ചർമ്മത്തേക്കാൾ അത് കുഴിഞ്ഞിട്ടില്ല, അത് മങ്ങിയിട്ടുമുണ്ട്. എങ്കിൽ പുരോഹിതൻ അവനെ 7 ദിവസത്തേക്ക് മാറ്റി പാർപ്പിക്കണം. അത് ത്വക്കിൽ പരക്കെ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. അത് ബാധയാണ്. പാണ്ട് വ്യാപിക്കാതെ തൽസ്ഥാനത്ത് നിന്നാൽ അത് കുമിളപ്പിന്റെ വടുവാണ്. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. ഒരുവന്റെ ശരീര ചർമ്മത്തിൽ തീപ്പൊള്ളലിന്റെ പാടുണ്ടായിരിക്കുകയും പൊള്ളലിന്റെ പൊടിപ്പ് അരണ്ട് ചുമന്നതോ വെളുത്തതോ ആയ പാണ്ടായിരിക്കുകയും ചെയ്താൽ പുരോഹിതൻ അത് പരിശോധിക്കണം. ഇതാ പാണ്ടിലെ രോമം വെളുത്തതായി മാറിയിരിക്കുന്നു, അത് ചർമ്മത്തേക്കാൾ കുഴിഞ്ഞതായി കാണപ്പെടുകയും ചെയ്യുന്നു, എങ്കിൽ അത് പൊള്ളലിൽ തിണർത്ത കുഷ്ഠമാണ്. പുരോഹിതൻ അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. അത് കുഷ്ഠബാധ തന്നെ. മറിച്ച് പുരോഹിതൻ അത് പരിശോധിക്കുമ്പോൾ ഇതാ പാണ്ടിലെ രോമം വെളുത്തതല്ല, ചർമ്മത്തേക്കാൾ അത് കുഴിഞ്ഞതുമല്ല, അത് മങ്ങിയിട്ടുമുണ്ട് എങ്കിൽ പുരോഹിതൻ അവനെ 7 ദിവസത്തേക്ക് മാറ്റി പാർപ്പിക്കണം. 7-ാം ദിവസം പുരോഹിതൻ അവനെ പരിശോധിക്കണം. അത് ചർമ്മത്തിൽ പരക്കെ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. അത് കുഷ്ഠബാധയാണ്. എന്നാൽ പാണ്ട് ചർമ്മത്തിൽ വ്യാപിക്കാതെ തൽസ്ഥാനത്ത് നിൽക്കുകയും മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് പൊള്ളലിന്റെ തടിപ്പാണ്. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. എന്തെന്നാൽ അത് പൊള്ളലിന്റെ വടുവാണ്. ഒരു പുരുഷനോ സ്ത്രീക്കോ തലയിലോ താടിയിലോ വ്രണമുണ്ടായാൽ പുരോഹിതൻ വ്രണം പരിശോധിക്കണം. ഇതാ അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞതായി കാണപ്പെടുന്നു, അതിലെ രോമം നേർത്തതും മഞ്ഞയുമാണ്, എങ്കിൽ പുരോഹിതൻ അവനെ മലിനനെന്ന് പ്രഖ്യാപിക്കണം. അത് ചിരങ്ങാണ്. തലയിലെയോ താടിയിലെയോ കുഷ്ഠം തന്നെ. പുരോഹിതൻ ചിരങ്ങുബാധ പരിശോധിക്കുമ്പോൾ ഇതാ അതിന്റെ ദൃശ്യം ത്വക്കിനേക്കാൾ കുഴിഞ്ഞതല്ല, എന്നാൽ അതിൽ കറുത്ത രോമമില്ലതാനും, എങ്കിൽ 7 ദിവസത്തേക്ക് ചിരങ്ങുബാധിതനെ മാറ്റി പാർപ്പിക്കണം. 7-ാം ദിവസം പുരോഹിതൻ വ്രണം പരിശോധിക്കുമ്പോൾ ഇതാ ചിരങ്ങ് വ്യാപിച്ചിട്ടില്ല, അതിൽ മഞ്ഞ രോമമില്ല, ചിരങ്ങിന്റെ ദൃശ്യമാകട്ടെ ത്വക്കിനേക്കാൾ കുഴിഞ്ഞതുമല്ല. അയാൾ സ്വയം ക്ഷൗരം ചെയ്യണം, എന്നാൽ ചിരങ്ങ് ക്ഷൗരം ചെയ്യരുത്. പുരോഹിതൻ ചിരങ്ങുള്ളയാളെ 2-ാമതും 7 ദിവസത്തേക്ക് മാറ്റി പാർപ്പിക്കണം. 7-ാം ദിവസം പുരോഹിതൻ ചിരങ്ങ് പരിശോധിക്കുമ്പോൾ ഇതാ ചിരങ്ങ് ത്വക്കിൽ വ്യാപിച്ചിട്ടില്ല, അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞതായി കാണപ്പെടുന്നുമില്ല. അപ്പോൾ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. അവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകണം, അവൻ ശുദ്ധിയുള്ളവനാണ്. എന്നാൽ ശുദ്ധീകരണത്തിന് ശേഷം ത്വക്കിൽ ചിരങ്ങ് വ്യാപകമായി പടരുകയാണെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കണം. ഇതാ ത്വക്കിൽ ചിരങ്ങ് പടർന്നിരിക്കുന്നു. പുരോഹിതൻ മഞ്ഞരോമം സൂക്ഷ്മമായി തിരയേണ്ടതില്ല, അവൻ മലിനനാണ്. അവന്റെ നോട്ടത്തിൽ ചിരങ്ങ് നിലനിൽക്കുന്നെങ്കിലും അതിൽ കറുത്ത രോമം കിളിർത്തിട്ടുണ്ടെങ്കിൽ ചിരങ്ങ് സുഖപ്പെട്ടിരിക്കുന്നു, അവൻ ശുദ്ധിയുള്ളവനാണ്. അവനെ പുരോഹിതൻ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ തന്റെ ശരീര ചർമ്മത്തിൽ പാണ്ടുകൾ ഉണ്ടായാൽ പാണ്ടുകൾ വെളുത്തതാണെങ്കിൽ പുരോഹിതൻ പരിശോധിക്കണം. ഇതാ അയാളുടെ ശരീര ചർമ്മത്തിൽ മങ്ങിയ വെള്ളപ്പാണ്ടുകൾ, എങ്കിൽ അത് ത്വക്കിൽ തിണർക്കുന്ന ചുണങ്ങാണ്, അയാൾ ശുദ്ധിയുള്ളവനാണ്. തന്റെ തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരുവൻ കഷണ്ടിയാണ്, അവൻ ശുദ്ധിയുള്ളവൻ തന്നെ. നെറ്റിയുടെ മേൽഭാഗത്തു നിന്ന് മുടി കൊഴിഞ്ഞിട്ട് പോയിട്ടുള്ളവൻ മുൻകഷണ്ടിയാണ്, അവൻ ശുദ്ധിയുള്ളവനാണ്. എന്നാൽ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ വെളുത്തു ചുമന്ന വ്രണമുണ്ടെങ്കിൽ അത് അവന്റെ മുൻകഷണ്ടിയിലോ പിൻകഷണ്ടിയിലോ തിണർത്ത കുഷ്ഠമാണ്. പുരോഹിതൻ അവനെ പരിശോധിക്കുമ്പോൾ ഇതാ അവന്റെ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ ശരീര ചർമ്മ കുഷ്ഠത്തിൽ കാണും വിധം വെളുത്തു ചുമന്ന വ്രണത്തിന്റെ തടിപ്പ്, എങ്കിൽ അവൻ കുഷ്ഠരോഗി മലിനനുമാണ്. അവന്റെ ശിരസിലെ വ്രണത്തെ പ്രതി പുരോഹിതൻ അവനെ തീർത്തും മലിനനെന്ന് പ്രഖ്യാപിക്കണം. കുഷ്ഠരോഗബാധയുള്ളവന്റെ വസ്ത്രങ്ങൾ കീറിയതായിരിക്കണം, അവന്റെ ശിരസ് അനാവൃതമായിരിക്കണം, അവൻ മേൽചുണ്ട് മറച്ചിരിക്കണം. മലിനൻ മലിനനെന്ന് അവൻ വിളിച്ചു പറയുകയും വേണം. തന്നിൽ രോഗമുള്ള കാലമെല്ലാം അവൻ മലിനനായിരിക്കും, അവൻ മലിനൻ തന്നെ. അവൻ തനിച്ചു താമസിക്കണം, പാളയത്തിന് വെളിയിലായിരിക്കും അവന്റെ വാസസ്ഥലം. വസ്ത്രശുദ്ധി. വസ്ത്രത്തിലുള്ള കുഷ്ഠബാധ. അത് കമ്പിളി വസ്ത്രത്തിലോ ചണവസ്ത്രത്തിലോ ചണത്തിന്റെയോ കമ്പിളിയുടെയോ ഊടിലോ പാവിലോ തുകലിലോ ഏതെങ്കിലും തുകൽ ഉൽപ്പന്നത്തിലോ ആകാം. വസ്ത്രത്തിലോ തുകലിലോ ഊടിലോ പാവിലോ ഏതെങ്കിലും തുകലുപകരണത്തിലോ പച്ചയോ ചെമപ്പോ ആയ പുള്ളിക്കുത്തുണ്ടെങ്കിൽ അത് കുഷ്ഠബാധയാണ്. അത് പുരോഹിതനെ കാണിക്കണം. പുരോഹിതൻ പുള്ളിക്കുത്ത് പരിശോധിച്ച ശേഷം 7 ദിവസത്തേക്ക് പുള്ളിക്കുത്തുള്ളതിനെ അടച്ചു സൂക്ഷിക്കണം. 7-ാം ദിവസം അവൻ പുള്ളിക്കുത്ത് പരിശോധിക്കണം. പുള്ളിക്കുത്ത് വസ്ത്രത്തിലോ ഊടിലോ പാവിലോ തുകലിലോ ഏതെങ്കിലും തുകൽ ഉൽപ്പന്നത്തിലോ പടർന്നിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്കുത്ത് ഉപദ്രവകാരിയായ കുഷ്ഠമാണ്,
അത് മലിനമാണ്. പുള്ളിക്കുത്തുള്ള വസ്ത്രമാകട്ടെ, കമ്പിളിയിലെയോ ചണത്തിലെയോ ഊടോ പാവോ ആകട്ടെ, ഏതെങ്കിലും തുകലുപകരണങ്ങളാകട്ടെ, അവനത് കത്തിച്ചു കളയണം. എന്തെന്നാൽ അത് ഉപദ്രവകരമായ കുഷ്ഠമാണ്. അത് അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടണം. പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ഇതാ വസ്ത്രത്തിലോ ഊടിലോ പാവിലോ ഏതെങ്കിലും തുകലുപകരണത്തിലോ പുള്ളിക്കുത്ത് വ്യാപിച്ചിട്ടില്ല എങ്കിൽ പുള്ളിക്കുത്തുള്ളത് അവർ കഴുകിയെടുക്കണമെന്ന് പുരോഹിതൻ കൽപ്പിക്കണം. അവൻ അത് രണ്ടാമതും 7 ദിവസത്തേക്ക് അടച്ചു സൂക്ഷിക്കണം. കഴുകിയ ശേഷം പുരോഹിതൻ പുള്ളിക്കുത്ത് പരിശോധിക്കുമ്പോൾ ഇതാ പുള്ളിക്കുത്ത് തനത് നിറം മാറ്റിയിട്ടില്ല. അപ്പോൾ പുള്ളിക്കുത്ത് വ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അത് മലിനമാണ്. നീ അത് അഗ്നിയിൽ ദഹിപ്പിക്കണം. അതിന്റെ അകത്തായാലും പുറത്തായാലും കരിമ്പനാണ്. എന്നാൽ പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ഇതാ അത് കഴുകപ്പെട്ട ശേഷം പുള്ളിക്കുത്ത് മങ്ങിയിരിക്കുന്നു. വസ്ത്രത്തിൽ നിന്നോ തുകലിൽ നിന്നോ ഊടിൽ നിന്നോ പാവിൽ നിന്നോ ആകട്ടെ, അവൻ അത് കീറിക്കളയണം. വസ്ത്രത്തിലോ ഊടിലോ പാവിലോ ഏതെങ്കിലും തുകൽ ഉപകരണത്തിലോ അത് പിന്നെയും കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് പടരുകയാണ്. പുള്ളിക്കുത്തുള്ള അത് അഗ്നിയിൽ ദഹിപ്പിക്കണം. എന്നാൽ വസ്ത്രമോ ഊടോ പാവോ ഏതെങ്കിലും തുകൽ ഉപകരണമോ നീ കഴുകുമ്പോൾ അവയിൽ നിന്ന് പുള്ളിക്കുത്ത് അപ്രത്യക്ഷമാകുന്നെങ്കിൽ രണ്ടാമതും അത് കഴുകപ്പെടണം. അപ്പോൾ അത് ശുദ്ധിയുള്ളതാകും. കമ്പിളിയുടെയോ ചണത്തിന്റെയോ വസ്ത്രമോ ഊടോ പാവോ തുകലുപകരണങ്ങൾ എന്തെങ്കിലുമോ സംബന്ധിച്ച് അത് ശുദ്ധമെന്നോ മലിനമെന്നോ പ്രഖ്യാപിക്കാനുള്ള കുഷ്ഠബാധ നിയമം ഇതാകുന്നു. ലേവ്യർ അധ്യായം 14. ത്വഗ്രോഗ ശുദ്ധീകരണം. കർത്താവ് മോശയോട് പറഞ്ഞു, കുഷ്ഠരോഗിയെ സംബന്ധിച്ച നിയമം അവന്റെ ശുദ്ധീകരണ ദിനത്തിൽ ഇതായിരിക്കട്ടെ. അവനെ പുരോഹിതന്റെ പക്കലേക്ക് കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്തേക്ക് ചെല്ലണം. അവനെ പുരോഹിതൻ പരിശോധിക്കുമ്പോൾ ഇതാ കുഷ്ഠരോഗിയിൽ നിന്ന് കുഷ്ഠബാധ സുഖപ്പെട്ടിരിക്കുന്നു. പുരോഹിതൻ കൽപ്പിക്കുകയും അപ്പോൾ അവൻ ശുദ്ധിയുള്ളതും ജീവനുള്ളതുമായ 2 പക്ഷികൾ, ദേവദാരുത്തടി, ചെമന്ന നൂൽ, ഹിസോപ്പ് എന്നിവ തന്നെ ശുദ്ധീകരിക്കുന്നതിന് എടുക്കുകയും വേണം. പുരോഹിതൻ കൽപ്പിക്കുകയും അപ്പോൾ അവൻ ഉറവ വെള്ളത്തിന് മീതെ മൺപാത്രത്തിലേക്ക് ഒരു പക്ഷിയെ അറക്കുകയും വേണം. അവൻ ജീവനുള്ള പക്ഷിയെയും ദേവദാരുത്തടി, ചെമന്ന നൂൽ, ഹിസോപ്പ് എന്നിവയും എടുത്ത് ഉറവ വെള്ളത്തിനു മീതെ അറക്കപ്പെട്ട പക്ഷിയുടെ രക്തത്തിൽ അവയും ജീവനുള്ള പക്ഷിയെയും മുക്കി കുഷ്ഠത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ മേൽ 7 പ്രാവശ്യം തൂകുകയും അവനെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുകയും ചെയ്യണം. അനന്തരം ജീവനുള്ള പക്ഷിയെ തുറസായ ഇടത്ത് പറത്തിവിടണം. ശുദ്ധീകരിക്കപ്പെടേണ്ടവർ തന്റെ വസ്ത്രങ്ങൾ കഴുകി രോമം മുഴുവനും ക്ഷൗരം ചെയ്ത് വെള്ളത്തിൽ കുളിക്കണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. അതിനുശേഷം അവൻ പാളയത്തിൽ വരട്ടെ. എന്നാൽ 7 ദിവസത്തേക്ക് അവൻ തന്റെ കൂടാരത്തിന് വെളിയിൽ താമസിക്കണം. 7-ാം ദിവസമാകുമ്പോൾ അവൻ തന്റെ രോമം മുഴുവനും, അതായത് തന്റെ തലയും താടിയും പുരുകവും ക്ഷൗരം ചെയ്യണം. രോമം മുഴുവനും വടിച്ച് തന്റെ വസ്ത്രങ്ങൾ അലക്കി വെള്ളം കൊണ്ട് അവൻ ദേഹം കഴുകണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ തികവുറ്റ 2 മുട്ടാടിൻ കുട്ടികളെയും 1 വയസ്സുള്ള തികവുറ്റ ഒരു പെണ്ണാട്ടിൻ കുട്ടിയെയും ധാന്യയാഗത്തിനായി എണ്ണ ചേർത്ത 3 ഇസ്രോൻ നേരിയ മാവും 1 ലോഗ് എണ്ണയും കരുതണം. ശുദ്ധീകരണ കർമ്മം നടത്തുന്ന പുരോഹിതൻ അവയോടൊപ്പം ശുദ്ധീകരിക്കപ്പെടേണ്ട ആളുകളോടുകൂടെ അവ കർത്തൃസന്നിധിയിൽ സമാഗമ കൂടാരവാതിൽക്ക് നിർത്തട്ടെ. പുരോഹിതൻ 1-ാമത്തെ മുട്ടാടിനെ എടുത്ത് അതിനെ 1 ലോഗ് എണ്ണയോടുകൂടെ പ്രായശ്ചിത്ത യാഗമായി കൊണ്ടുവന്ന് അവയെ കർത്താവിന്റെ മുമ്പിൽ നീരാജനമൊഴിയണം. പാപമുക്തിക്കുള്ള യാഗമൃഗത്തെയും ഹോമയാഗമൃഗത്തെയും അറക്കുന്ന സ്ഥലത്ത് വെച്ച് വിശുദ്ധിയുടെ ഒരു സ്ഥലത്ത് വെച്ച് ചെമ്മരിയാട്ടിൻ മുട്ടനെ അറക്കണം. എന്തെന്നാൽ പാപമുക്തി യാഗം പോലെ തന്നെയാണ് പ്രായശ്ചിത്തയാഗവും. അത് പുരോഹിതനുള്ളതാണ്. അത് അതിവിശുദ്ധ വസ്തുവാണ്. പുരോഹിതൻ പ്രായശ്ചിത്തയാഗമൃഗത്തിന്റെ രക്തത്തിൽ നിന്നെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലതു കീഴ്ക്കാതിലും വലതു കൈയുടെ തള്ളവിരലിലും വലതു കാലിന്റെ പെരുവിരലിലും പുരട്ടണം. അനന്തരം പുരോഹിതൻ 1 ലോഗ് എണ്ണയിൽ നിന്ന് അല്പമെടുത്ത് പുരോഹിതന്റെ തന്നെ ഇടത് കൈക്കുമ്പിളിൽ ഒഴിക്കണം. പുരോഹിതൻ തന്റെ ഇടത് കൈക്കുമ്പിളിലുള്ള എണ്ണയിൽ വലത് കൈവിരൽ മുക്കി എണ്ണയിൽ നിന്ന് തന്റെ വിരൽ കൊണ്ട് 7 പ്രാവശ്യം കർത്തൃസന്നിധിയിൽ തൂകണം. തന്റെ ഉള്ളം കൈയിൽ ശേഷിക്കുന്ന എണ്ണയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലതു കീഴ്ക്കാതിലും വലതു കൈയുടെ തള്ളവിരലിലും വലതു കാലിന്റെ പെരുവിരലിലും പ്രായശ്ചിത്ത യാഗത്തിന്റെ രക്തത്തിനു മീതെ പുരട്ടണം. പുരോഹിതന്റെ ഉള്ളം കൈയിലുള്ള എണ്ണയിൽ ശേഷിക്കുന്നത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ ശിരസിൽ അവൻ പുരട്ടണം. അങ്ങനെ പുരോഹിതൻ കർത്തൃസന്നിധിയിൽ അവനെ പ്രതി പരിഹാരം ചെയ്യണം. പുരോഹിതൻ പാപമുക്തി യാഗം നടത്തി
സ്വമലിനതയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവനെ പ്രതി പരിഹാരം ചെയ്യണം. അതിനുശേഷമാണ് അവൻ ഹോമയാഗമൃഗത്തെ അറക്കേണ്ടത്. പുരോഹിതൻ ബലിപീഠത്തിൽ ഹോമയാഗവും ധാന്യയാഗവും സമർപ്പിക്കണം. അവനെ പ്രതി പുരോഹിതൻ പരിഹാരം ചെയ്യുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ അവൻ ദരിദ്രനും വിഭവശേഷിയില്ലാത്തവനുമാണെങ്കിൽ തന്നെ പ്രതി പരിഹാരം അർപ്പിക്കാൻ പ്രായശ്ചിത്തയാഗമായി നീരാജനത്തിന് ഒരു ആൺചെമ്മരിയാടിനെയും ധാന്യയാഗമായി എണ്ണ ചേർത്ത ഒരു ഇസ്രോൻ നേരിയ മാവും 1 ലോഗ് എണ്ണയും എടുക്കണം. കൂടാതെ അവന്റെ വിഭവശേഷി അനുസരിച്ച് 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ, ഒന്ന് പാപമുക്തിയാഗമായും മറ്റേത് ഹോമയാഗമായും വേണം. 8-ാം ദിവസം അവൻ തന്റെ ശുദ്ധീകരണത്തിനായി കർത്തൃസന്നിധിയിൽ സമാഗമ കൂടാരവാതിൽക്കൽ പുരോഹിതന്റെ പക്കൽ അവ കൊണ്ടുവരണം. പുരോഹിതൻ പ്രായശ്ചിത്തയാഗത്തിനുള്ള ആൺചെമ്മരിയാടിനെയും 1 ലോഗ് എണ്ണയും എടുത്ത് കർത്താവിന്റെ മുമ്പിൽ അവ നീരാജനമായി ഒഴിയണം. പിന്നെ അവൻ പ്രായശ്ചിത്തയാഗത്തിനുള്ള ആൺചെമ്മരിയാടിനെ അറക്കണം. പുരോഹിതൻ പ്രായശ്ചിത്തയാഗമൃഗത്തിന്റെ രക്തത്തിൽ നിന്ന് അല്പം എടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത് കീഴ്ക്കാതിലും വലത് കൈയുടെ തള്ളവിരലിലും വലത് കാലിന്റെ പെരുവിരലിലും പുരട്ടണം. അതിനുശേഷം പുരോഹിതൻ എണ്ണയിൽ നിന്ന് പുരോഹിതന്റെ തന്നെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം. പുരോഹിതൻ തന്റെ ഇടത്തെ ഉള്ളം കൈയിലെ എണ്ണയിൽ നിന്ന് കുറച്ച് വലത് ചൂണ്ടുവിരൽ കൊണ്ട് കർത്തൃസന്നിധിയിൽ 7 പ്രാവശ്യം തൂകണം. പുരോഹിതൻ തന്റെ ഉള്ളം കൈയിലുള്ള എണ്ണയിൽ നിന്ന് അല്പം ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത് കീഴ്ക്കാതിലും വലത് കൈയുടെ തള്ളവിരലിലും വലത് കാലിന്റെ പെരുവിരലിലും പ്രായശ്ചിത്തയാഗ രക്തത്തിന്റെ സ്ഥാനത്ത് തന്നെ പുരട്ടണം. പുരോഹിതന്റെ ഉള്ളം കൈയിലുള്ള എണ്ണയിൽ നിന്ന് ശേഷിക്കുന്നത് ശുദ്ധീകരിക്കപ്പെടേണ്ടവനെ പ്രതി കർത്തൃസന്നിധിയിൽ പരിഹാരം അർപ്പിക്കാൻ അവന്റെ തലയിൽ പുരട്ടണം. പിന്നെ അവൻ വിഭവശേഷി അനുസരിച്ചുള്ളതിൽ നിന്ന് ചെങ്ങാലികളിൽ നിന്നോ പ്രാവിൻ കുഞ്ഞുങ്ങളിൽ നിന്നോ ഒന്നിനെ അവൻ തയ്യാറാക്കണം. കർത്തൃസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടേണ്ടവനെ പ്രതി അവന്റെ വിഭവശേഷി അനുസരിച്ചുള്ളതിനെ ഒന്നിനെ പാപമുക്തിയാഗമായും മറ്റേതിനെ ഹോമയാഗമായും ധാന്യയാഗത്തിനുമേൽ പുരോഹിതൻ പരിഹാരം ചെയ്യണം. ഇതാണ് ശുദ്ധീകരണം സംബന്ധിച്ച് വിഭവശേഷിയില്ലാത്ത കുഷ്ഠബാധിതനുള്ള നിയമം. ഭവനശുദ്ധി. കർത്താവ് മോശയോടും അഹരോനോടും ഇപ്രകാരം വചിച്ചു: ഞാൻ നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ അവകാശ നാട്ടിലെ ഒരു വീട്ടിൽ ഞാൻ കുഷ്ഠബാധ വരുത്തിയാൽ വീട്ടുടമസ്ഥൻ വന്ന് പുരോഹിതനോട് ഇപ്രകാരം വിവരിക്കണം: വീട്ടിൽ പൂപ്പൽ പോലെ എന്തോ ഞാൻ കാണുന്നു. അപ്പോൾ വീട്ടിലുള്ളവയെല്ലാം മലിനമാകാതിരിക്കേണ്ടതിന് പുരോഹിതൻ പൂപ്പൽ പരിശോധിക്കാൻ ചെല്ലുന്നതിനു മുമ്പേ അവർ വീട് കാലിയാക്കണമെന്ന് പുരോഹിതൻ കൽപ്പിക്കണം. അതിനുശേഷം പുരോഹിതൻ വീട് പരിശോധനയ്ക്ക് ചെല്ലണം. അവൻ പൂപ്പൽ പരിശോധിക്കുമ്പോൾ ഇതാ വീടിന്റെ ഭിത്തികളിൽ പൂപ്പൽ, പച്ചയോ ചുമപ്പോ ആയ കുഴികൾ, അവയുടെ ദൃശ്യമോ ഭിത്തിയേക്കാൾ താഴ്ന്നതും. അപ്പോൾ പുരോഹിതൻ വീട്ടിൽ നിന്ന് വീട്ടുവാതിൽക്കലേക്ക് വന്ന് 7 ദിവസത്തേക്ക് വീട് അടച്ചിടണം. 7-ാം ദിവസം പുരോഹിതൻ തിരിച്ചെത്തി പരിശോധിക്കുമ്പോൾ ഇതാ പൂപ്പൽ വീടിന്റെ ഭിത്തികളിൽ പടർന്നിരിക്കുന്നു. അപ്പോൾ പുരോഹിതൻ കൽപ്പിക്കുകയും അവർ പൂപ്പലുള്ള കല്ലുകൾ പൊളിച്ച് അവ പട്ടണത്തിന് പുറത്ത് മലിനമായ ഒരു സ്ഥലത്തേക്ക് എറിയുകയും വേണം. അനന്തരം ഉള്ളിൽ നിന്ന് വീട് ചുറ്റും ചുരുണ്ടുകയും ചുരുണ്ടിയ പൊടി അവർ പട്ടണത്തിന് പുറത്ത് മലിനമായ ഒരു സ്ഥലത്തേക്ക് തള്ളുകയും വേണം. ആ കല്ലുകളുടെ സ്ഥാനത്ത് വേറെ കല്ലുകൾ എടുത്തു വയ്ക്കുകയും വേറെ ചാന്തെടുത്ത് വീട് തേക്കുകയും വേണം. കല്ലുകൾ ഇളക്കിയെടുത്ത് വീട് ചുരണ്ടി തേച്ച ശേഷം വീട്ടിൽ വീണ്ടും പൂപ്പൽ പൊടിച്ചു വന്നാൽ പുരോഹിതൻ ചെന്ന് പരിശോധിക്കണം. ഇതാ പൂപ്പൽ വീട്ടിൽ പടർന്നിരിക്കുന്നു എങ്കിൽ അത് ഭവനത്തിലെ ദോഷകരമായ കുഷ്ഠമാണ്, അത് മലിനമാണ്. ആ വീട് ഇടിച്ചു പൊളിച്ച് അതിന്റെ കല്ലുകളും തടികളും വീടിന്റെ പൊടി മുഴുവനും പട്ടണത്തിന് പുറത്ത് മലിനമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. വീട്ടിലേക്ക് അത് അടച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ പ്രവേശിക്കുന്നവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. ആ ഭവനത്തിൽ ശയിക്കുന്നവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകണം. ആ വീട്ടിൽ വെച്ച് ഭക്ഷിക്കുന്നവനും തന്റെ വസ്ത്രങ്ങൾ കഴുകണം. എന്നാൽ പുരോഹിതൻ വന്നെത്തി പരിശോധിക്കുമ്പോൾ ഇതാ വീട് തേച്ച ശേഷം വീട്ടിൽ പൂപ്പൽ പടർന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ പുരോഹിതൻ ആ വീട് ശുദ്ധമെന്ന് പ്രഖ്യാപിക്കണം. എന്തെന്നാൽ പൂപ്പൽ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ആ വീട് ശുദ്ധീകരിക്കാനായി അവൻ 2 പക്ഷികൾ, ദേവദാരുത്തടി, ചെമന്ന നൂൽ, ഹിസോപ്പ് എന്നിവ എടുക്കണം. ഒരു പക്ഷിയെ ഉറവ വെള്ളത്തിനു മീതെ മൺപാത്രത്തിലേക്ക് അറക്കണം. അനന്തരം അവൻ ദേവദാരുത്തടി, ഹിസോപ്പ്, ചെമന്ന നൂൽ, ജീവനുള്ള പക്ഷി എന്നിവയെടുത്ത് അറക്കപ്പെട്ട പക്ഷിയുടെ രക്തത്തിലും ഉറവ വെള്ളത്തിലും മുക്കി വീട്ടിലേക്ക് 7 പ്രാവശ്യം തൂകണം.
അങ്ങനെ അവൻ പക്ഷിയുടെ രക്തം, ഉറവ വെള്ളം, ജീവനുള്ള പക്ഷി, ദേവദാരുത്തടി, ഹിസോപ്പ്, ചെമന്ന നൂൽ എന്നിവ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം. അനന്തരം ജീവനുള്ള പക്ഷിയെ പട്ടണത്തിനു പുറത്ത് തുറസായ ഇടത്തേക്ക് പറത്തിവിടണം. അങ്ങനെ ആ വീടിനെ പ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അത് ശുദ്ധമാകും. സകല കുഷ്ഠബാധയ്ക്കുമുള്ള നിയമം ഇതാണ്. ചിരങ്ങിനും വസ്ത്രത്തിന്റെയും ഭവനത്തിന്റെയും കുഷ്ഠത്തിനും തടിപ്പിനും പരുവിനും പാണ്ടിനുമുള്ളത്. മലിനതയുടെ ദിനം സംബന്ധിച്ചും ശുദ്ധിയുടെ ദിനം സംബന്ധിച്ചും തീർപ്പ് കൽപ്പിക്കുന്നതിനു വേണ്ടി കുഷ്ഠത്തെക്കുറിച്ചുള്ള നിയമം ഇതാണ്. ലേവ്യർ അധ്യായം 15. സ്രവം മൂലമുള്ള മലിനത. കർത്താവ് മോശയോടും അഹരോനോടും പറഞ്ഞു, നിങ്ങൾ ഇസ്രായേലിയരോട് സംസാരിക്കുവേൻ. അവരോട് നിങ്ങൾ പറയണം, ശരീരത്തിൽ നിന്ന് സ്രവം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓരോ ആളും മലിനനാണ്. അവന്റെ സ്രവത്താലുള്ള മലിനത ഇതായിരിക്കും: അവന്റെ ശരീരം സ്രവം ഒഴുക്കുമ്പോഴും സ്രവത്തിൽ നിന്ന് അവന്റെ ശരീരം വിരമിക്കുമ്പോഴും അത് അവന്റെ മലിനതയാണ്. സ്രവമുള്ളവൻ കിടക്കുന്ന ഏത് കിടക്കയും മലിനമാണ്. അവൻ ഇരിക്കുന്ന ഏത് ഇരിപ്പിടവും മലിനമായിരിക്കും. അവന്റെ കിടക്ക തൊടുന്നയാൾ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്രവമുള്ളവൻ ഇരുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്രവമുള്ളവന്റെ ശരീരത്തിൽ തൊടുന്നവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്രവമുള്ളവൻ ശുദ്ധിയുള്ളവന്റെ മേൽ തുപ്പിയാൽ അവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്രവമുള്ളവൻ യാത്ര ചെയ്യുന്ന ഏത് വാഹനവും മലിനമായിരിക്കും. അവന്റെ കീഴെയുള്ള എന്തിനെയെങ്കിലും സ്പർശിക്കുന്ന ആരും വൈകുന്നേരം വരെ മലിനനായിരിക്കും. അവ എടുക്കുന്നവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. കൈകൾ വെള്ളത്തിൽ ധാര കോരാതെ സ്രാവമുള്ളവൻ ആരെ സ്പർശിച്ചാലും അവൻ സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്രവമുള്ളവൻ സ്പർശിക്കുന്ന മൺപാത്രം ഉടച്ചു കളയണം. ഓരോ മരപാത്രവും വെള്ളം കൊണ്ട് ധാര കോരപ്പെടണം. സ്രവമുള്ളവൻ സ്രാവത്തിൽ നിന്ന് ശുദ്ധിയുള്ളവനാകുമ്പോൾ തന്റെ ശുദ്ധീകരണാനുഷ്ഠാനത്തിനായി 7 ദിവസം കണക്ക് കൂട്ടണം. തുടർന്ന് ഒഴുകുന്ന വെള്ളത്തിൽ അവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും തന്റെ ദേഹം കഴുകുകയും വേണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ തനിക്ക് വേണ്ടി 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ എടുക്കണം. കർത്തൃസന്നിധിയിൽ സമാഗമ കൂടാരവാതിൽക്കൽ ചെന്നിട്ട് അവൻ അവയെ പുരോഹിതന്റെ പക്കൽ ഏൽപ്പിക്കണം. ഒന്നിനെ പാപമുക്തിയാഗമായും ഒന്നിനെ ഹോമയാഗമായും പുരോഹിതൻ അവയെ അർപ്പിക്കണം. അങ്ങനെ അവന്റെ സ്രാവത്തെ പ്രതി പുരോഹിതൻ അവനു വേണ്ടി കർത്തൃസന്നിധിയിൽ പരിഹാരം ചെയ്യണം. ബീജസ്ഖലനമുണ്ടായാൽ പുരുഷൻ തന്റെ ദേഹം മുഴുവൻ വെള്ളം കൊണ്ട് കഴുകണം. അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. സ്ഖലിത ബീജം പറ്റിയ ഏത് വസ്ത്രവും ഏത് തുകലും വെള്ളം കൊണ്ട് കഴുകണം. അത് വൈകുന്നേരം വരെ മലിനമായിരിക്കും. സ്ത്രീയോടൊത്ത് ശയിക്കുന്ന പുരുഷന് ബീജസ്ഖലനമുണ്ടായാൽ അവർ വെള്ളത്തിൽ കുളിക്കണം. വൈകുന്നേരം വരെ അവർ മലിനരായിരിക്കും. സ്ത്രീ സ്രവാവസ്ഥയിലായിരിക്കുകയും അവളുടെ ശരീരത്തിലെ സ്രവം രക്തമായിരിക്കുകയും ചെയ്താൽ 7 ദിവസത്തേക്ക് അവൾ ആർത്തവത്തിലാണ്. അവളെ സ്പർശിക്കുന്ന ആരും വൈകുന്നേരം വരെ മലിനനായിരിക്കും. അവളുടെ ആർത്തവകാലത്ത് അവൾ കിടക്കുന്നതെന്തും മലിനമായിരിക്കും, ഇരിക്കുന്നതെന്തും മലിനമായിരിക്കും. അവളുടെ കിടക്ക സ്പർശിക്കുന്ന ആരും വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. വൈകുന്നേരം വരെ അവൻ മലിനനായിരിക്കും. അവൾ ഇരുന്ന ഏത് ഇരിപ്പിടത്തിലും സ്പർശിക്കുന്ന ആരും വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. വൈകുന്നേരം വരെ അവൻ മലിനനായിരിക്കും. കിടക്കമേലുള്ളതിനെയോ അവൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിന്മേലുള്ളതിനെയോ ഒരുവൻ സ്പർശിച്ചാലും അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും. പുരുഷൻ അവളെ പ്രാപിക്കുകയാണ് ചെയ്തതെങ്കിൽ അവളുടെ ആർത്തവ മലിനത അവന്റെ മേലുണ്ടാവുകയും അവൻ 7 ദിവസത്തേക്ക് മലിനനായിരിക്കുകയും ചെയ്യും. അവൻ കിടക്കുന്ന ഏത് കിടക്കയും മലിനമായിരിക്കും. ഒരു സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ ഏറെ ദിവസത്തേക്ക് രക്തസ്രാവം ഉണ്ടാവുകയോ ആർത്തവശേഷം രക്തസ്രാവം തുടരുകയോ ചെയ്താൽ അവളുടെ മലിനതയുടെ സ്രവദിനങ്ങളെല്ലാം ആർത്തവ ദിനങ്ങൾ പോലെയായിരിക്കും. അവൾ മലിനയാണ്. രക്തസ്രാവ ദിവസങ്ങളെല്ലാം അവൾ കിടക്കുന്ന എല്ലാ കിടക്കയും അവൾക്ക് തന്റെ ഋതുകാലത്തെ കിടക്ക പോലെയായിരിക്കും. അവൾ ഇരിക്കുന്ന ഇരിപ്പിടമെല്ലാം ഋതുകാല മലിനത പോലെ മലിനമായിരിക്കും. ഇവ സ്പർശിക്കുന്ന ആരും മലിനനായിരിക്കും. അവൻ വെള്ളത്തിൽ തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം. വൈകുന്നേരം വരെ അവൻ മലിനനായിരിക്കും. അവൾ തന്റെ സ്രാവത്തിൽ നിന്ന് ശുദ്ധി പ്രാപിച്ചാലും 7 ദിവസം കൂടി അവൾ കണക്കാക്കണം. അതിനുശേഷമേ അവൾ ശുദ്ധിയുള്ളവളാകൂ.
8-ാം ദിവസം അവൾ തനിക്ക് വേണ്ടി 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ എടുത്ത് അവയെ സമാഗമ കൂടാരവാതിൽക്കൽ പുരോഹിതന്റെ പക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ ഒന്നിനെ പാപമുക്തിയാകവും മറ്റേതിനെ ഹോമയാഗവുമാക്കണം. സ്രവം മൂലമുള്ള അവളുടെ മലിനതയെ പ്രതി പുരോഹിതൻ കർത്തൃസന്നിധിയിൽ അവൾക്ക് വേണ്ടി പരിഹാരം ചെയ്യണം. തങ്ങളുടെ മധ്യത്തിലുള്ള എൻ്റെ ആലയത്തെ തങ്ങളുടെ മലിനത വഴി പങ്കിലമാക്കി അവർ മരിക്കാതിരിക്കേണ്ടതിന് ഇസ്രായേലിയരെ അവരുടെ മലിനതയിൽ നിന്ന് നീ അകറ്റി നിർത്തണം. ഇതാണ് സ്രവമുള്ളയാളെ സംബന്ധിച്ച നിയമം. അതായത് തന്നിൽ ബീജസ്ഖലനം സംഭവിക്കുക വഴി മലിനനാകുന്നവനെയും ആർത്തവാതുരയായവളെയും പുരുഷനോ സ്ത്രീയോ ആകട്ടെ സ്രവമുള്ള ആരെയും മലിനയായവളോടൊപ്പം ശയിക്കുന്ന പുരുഷനെയും സംബന്ധിച്ചുള്ളത്. സങ്കീർത്തനങ്ങൾ 102-103. സങ്കീർത്തനം 102. പീഡിതന്റെ പ്രാർത്ഥന. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നിലവിളി അങ്ങയുടെ പക്കലെത്തട്ടെ. എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. അങ്ങ് എൻ്റെ നേർക്ക് ചെവി ചായ്ക്കണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദിനത്തിൽ വേഗം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ദിനങ്ങൾ പുക പോലെ മാഞ്ഞു പോകുന്നു. എൻ്റെ അസ്ഥികൾ ചൂള പോലെ എരിയുന്നു. എൻ്റെ ഹൃദയം മുറിപ്പെട്ട് പുല്ലുപോലെ വാടിപ്പോകുന്നു. എൻ്റെ അപ്പം ഭുജിക്കാൻ ഞാൻ മറന്നുപോകുന്നല്ലോ. എൻ്റെ വിലാപസ്വരം മൂലം എൻ്റെ അസ്ഥി മാംസത്തോടൊട്ടിപ്പോയിരിക്കുന്നു. ഞാൻ മരുഭൂമിയിലെ ഞാറപക്ഷിക്ക് സമനായിരിക്കുന്നു. വിജനപ്രദേശങ്ങളിലെ മൂങ്ങ പോലെയുമായിരിക്കുന്നു. ഞാൻ മിഴിച്ചിരിക്കുന്നു. പുരമുകളിൽ ഒറ്റപ്പെട്ട പക്ഷിയെപ്പോലെ ഞാൻ ആയിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ ദിവസം മുഴുവൻ എന്നെ പരിഹസിക്കുന്നു. എന്നെക്കുറിച്ച് പുലമ്പുന്നവർ എന്നെ ചൊല്ലി ശപഥം ചെയ്യുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നല്ലോ. എൻ്റെ പാനീയങ്ങൾ എൻ്റെ കണ്ണീരുമായി കൂട്ടിക്കലർത്തുന്നു. അങ്ങയുടെ അമർഷവും രോഷവും മൂലമാണല്ലോ അങ്ങ് എന്നെ പൊക്കിയെടുത്ത് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. എൻ്റെ ദിനങ്ങൾ നീണ്ട നിഴൽ പോലെയാണ്. ഞാനോ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. കർത്താവേ, അങ്ങ് എന്നേക്കും ഉപവിഷ്ടനായിരിക്കുന്നു. അങ്ങയുടെ സ്മരണ തലമുറ തലമുറയിലേക്കുള്ളതാണ്. അങ്ങ് എഴുന്നേറ്റ് സിയോനോട് ആർദ്രത കാട്ടും. എന്തെന്നാൽ അവളോട് ദയ കാണിക്കാനുള്ള സമയം, അതെ, നിശ്ചിത സമയം സമാഗതമായിരിക്കുന്നു. തീർച്ചയായും അങ്ങയുടെ ദാസർ അവളുടെ കല്ലുകൾ ഇഷ്ടപ്പെടുന്നു. അവളുടെ ധൂളിയോട് അവർ ദയ കാണിക്കുന്നു. ജനതകൾ കർത്താവിന്റെ നാമം ഭയപ്പെടും. എല്ലാ ഭൗമിക രാജാക്കന്മാരും അങ്ങയുടെ മഹത്വത്തെയും. എന്തെന്നാൽ കർത്താവ് സിയോനെ പണിതുയർത്തി. അവിടുന്ന് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഉടുതുണിയില്ലാത്തവന്റെ പ്രാർത്ഥനയുടെ നേർക്ക് അവിടുന്ന് തിരിഞ്ഞു. അവരുടെ പ്രാർത്ഥന അവിടുന്ന് നിരസിച്ചില്ല. പിൻതലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതപ്പെടട്ടെ. സൃഷ്ടിക്കപ്പെടാനിരിക്കുന്ന ജനം കർത്തനെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് തന്റെ വിശുദ്ധ സ്ഥലത്തിന്റെ ഔന്നത്യത്തിൽ നിന്ന് താഴേക്ക് വീക്ഷിച്ചു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഉറ്റുനോക്കി. അത് തടവുകാരന്റെ നിലവിളി കേൾക്കാനും മൃത്യുവശകരെ സ്വതന്ത്രരാക്കാനുമായിരുന്നു. അങ്ങനെ അവർ സിയോനിൽ കർത്താവിന്റെ നാമവും ജെറുസലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിനെ ശുശ്രൂഷിക്കാൻ സകല ജനങ്ങളും രാജ്യങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ അവിടുന്ന് വഴിയിൽ വെച്ച് എൻ്റെ ശക്തി ചോർത്തി എൻ്റെ ദിനങ്ങൾ ചുരുക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, തലമുറ തലമുറകളോളം വത്സരങ്ങളുള്ള എൻ്റെ തമ്പുരാനെ, എൻ്റെ ആയുസിൻ്റെ പകുതിക്ക് വെച്ച് എന്നെ പറിച്ചു മാറ്റരുതേ. അങ്ങ് പണ്ട് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം അങ്ങയുടെ കരവേലയാണ്. അവ നശിച്ചു പോകും, എന്നാൽ അങ്ങ് നിലകൊള്ളും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ അങ്ങ് അവ ഊരിമാറ്റും. അങ്ങനെ അവയ്ക്ക് മാറ്റമുണ്ടാകും. എന്നാൽ അങ്ങാണ് ആയിരിക്കുന്നവൻ. അങ്ങയുടെ സംവത്സരങ്ങൾ അവസാനിക്കുന്നില്ല. അങ്ങയുടെ ദാസരുടെ മക്കൾ തുടർന്നും വസിക്കും. അവരുടെ സന്തതി അങ്ങയുടെ മുമ്പിൽ സുസ്ഥിരമായി വസിക്കും. സങ്കീർത്തനം 103. കർത്താവിൻ്റെ പിതൃതുല്യമായ ആർദ്രത. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗം മുഴുവനുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെയും. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. അവിടുത്തെ ദാനങ്ങളൊന്നും നീ മറക്കരുത്. അവിടുന്ന് നിന്റെ സകല കുറ്റവും ക്ഷമിക്കുന്നവനാണ്. നിന്റെ സകല രോഗവും സുഖപ്പെടുത്തുന്നവനാണ്. അവിടുന്ന് നിന്റെ ജീവൻ കുഴിയിൽ നിന്ന് വീണ്ടെടുക്കുന്നവനാണ്. കരുണയും ആർദ്രതയും കൊണ്ട് അവിടുന്ന് നിന്നെ മകുടമണിയിക്കുന്നു. അവിടുന്ന് നിന്റെ ജീവിതകാലം നന്മ കൊണ്ട് സംതൃപ്തമാക്കുന്നവനാണ്. നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടുന്നു. കർത്താവ് എല്ലാ മർദ്ദിതർക്കും നീതികൃത്യങ്ങളുടെയും ന്യായവിധികളുടെയും നിർവാഹകനാണ്. മോശയോട് തന്റെ വഴികളും ഇസ്രായേലിയരോട് തന്റെ പ്രവൃത്തികളും പ്രഖ്യാപിക്കുന്നവനാണ് അവിടുന്ന്. കർത്താവ് ആർദ്രനും ദയാലുവും കോപവിമുഖനും കരുണാനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും പിണങ്ങിയിരിക്കുകയില്ല. അവിടുന്ന് എന്നേക്കും കോപം പുലർത്തുകയില്ല.
നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മോട് പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ കുറ്റങ്ങൾക്കൊത്ത് നമുക്കെതിരെ പ്രതികരിക്കുന്നില്ല. എന്തെന്നാൽ ഭൂമിക്ക് മേൽ ആകാശം ഉയർന്നു നിൽക്കുന്നത് പോലെ അവിടുത്തെ കാരുണ്യം അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മേൽ പ്രബലമാണ്. കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ അതിക്രമങ്ങൾ നമ്മിൽ നിന്ന് അകറ്റി. മക്കളുടെ മേൽ പിതാവ് ആദരനായിരിക്കുന്നത് പോലെ തന്നെ ഭയപ്പെടുന്നവരുടെ മേൽ കർത്താവ് ആദരനായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ രൂപം അവിടുന്ന് അറിയുന്നു. നാം പൊടിയാണെന്ന് അവിടുന്ന് സ്മരിക്കുന്നു. സ്വന്തം ദിനങ്ങൾ തൃണതുല്യമായവനാണ് മർത്യൻ. വയലിലെ പുഷ്പം പോലെ അവൻ വിരിയുന്നു. അതിന്മേൽ കാറ്റടിക്കുമ്പോൾ അത് ഇല്ലാതാകുന്നു. അതിന്റെ ഇടം പിന്നീട് അതിനെ പരിഗണിക്കുന്നില്ല. എന്നാൽ കർത്താവിനെ ഭയപ്പെടുന്നവരുടെ മേൽ ആദ്യം മുതൽ എന്നേക്കും അവിടുത്തെ കാരുണ്യമുണ്ടായിരിക്കും. അവിടുത്തെ നീതിയാകട്ടെ മക്കളുടെ മക്കളിലേക്കും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരിലേക്കും തിരുപ്രമാണങ്ങൾ നിവർത്തിക്കാൻ അവ സ്മരിക്കുന്നവരിലേക്കുമാണ്. കർത്താവ് തന്റെ സിംഹാസന സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവിടുത്തെ സാമ്രാജ്യം എല്ലാറ്റിനെയും ഭരിക്കുന്നു. കർത്താവിന്റെ മാലാഖമാരെ, അവിടുത്തെ വചനം നിവർത്തിക്കുന്ന ശക്തിമത്തരെ, അവിടുത്തെ ആജ്ഞാസ്വരം ശ്രവിക്കാനായി അവിടുത്തെ വാഴ്ത്തുവേൻ. കർത്താവിന്റെ സകല സൈന്യങ്ങളുമേ, തിരുഹിതം നിറവേറ്റുന്ന അവിടുത്തെ സേവകന്മാരെ, നിങ്ങൾ അവിടുത്തെ വാഴ്ത്തുവേൻ. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ, അവിടുത്തെ അധികാര സീമകളിലെല്ലാം അവിടുത്തെ വാഴ്ത്തുവേൻ. എന്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക.